ഗൈസ്, നിങ്ങളുടെ ഡിവൈസിൽ ഗെയിംസ് കളിക്കുമ്പോൾ, അതായത് ഫ്രീ ഫയർ, പബ്ജി പോലുള്ള ഗെയിംസും കരയ്ക്ക് കളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡിവൈസിൽ ലാഗ് അടിക്കാറുണ്ടോ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി തന്നെ ഗെയിംസ് ബാക്കായി പോകാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് ലാസ്റ്റ് വരെ കാണുക. കാരണം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ഗെയിം ബൂസ്റ്ററുമായിട്ടാണ് വന്നിരിക്കുന്നത്. നോർമൽ ഗെയിം ബൂസ്റ്ററല്ല, പ്രീമിയം ആയിട്ടുള്ള ഒരു ഗെയിം ബൂസ്റ്ററായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ പ്രീമിയം ഗെയിം ബൂസ്റ്റർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡും കാര്യമൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മുടെ എല്ലാ ഡിവൈസിലും ഈ ഒരു ഗെയിം ബൂസ്റ്റർ വർക്കിംഗ് ആണ്. 1 GB, 2 GB, 3 GB, 4 GB അങ്ങനെ എത്ര GB റാം ആണെങ്കിലും ഈ ഒരു ഗെയിം ബൂസ്റ്റർ നിങ്ങളുടെ ഡിവൈസിൽ വർക്ക് ആവുന്നതാണ്. നല്ലൊരു ഗെയിം ബൂസ്റ്റർ തന്നെയാണ്, 100% വർക്കിംഗ് ആണ്. അതേപോലെ തന്നെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഗെയിം ബൂസ്റ്റർ തന്നെയാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗെയിം ബൂസ്റ്റർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങളോട് പാസ്വേഡും കാര്യമൊക്കെ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ആ പാസ്വേഡ് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ പാസ്വേഡും കാര്യമൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. ഗൈസ്, അപ്പോൾ ആദ്യം നിങ്ങൾ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഫയലിൻ്റെ ലിങ്കും കാര്യമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ZRCiver എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഈ ഒരു ഫയൽ എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്ട് ഹിയർ എന്ന് പറയുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്ക് പാസ്വേഡും കാര്യമൊക്കെ കിട്ടുന്നതാണ്. ആ ഒരു പാസ്വേഡ് ഇവിടെ സിമ്പിളായിട്ട് എൻ്റർ ചെയ്ത് ഓക്കെ അടിച്ച് കൊടുക്കുക. ഓക്കെ അടിച്ചിട്ടാകുമ്പോൾ ഇതാ സക്സസ്ഫുള്ളായിട്ട് ഇവിടെ നമ്മളുടെ ഫയൽ എക്സ്ട്രാക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. എന്നിട്ടാകുമ്പോൾ ഇവിടെ നമുക്കൊരു APK ഫയൽ കാണുന്നുണ്ട്. ആ ഒരു APK ഫയൽ സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാളും കാര്യമൊക്കെ ചെയ്തതിന് ശേഷം എന്തൊക്കെ സെറ്റിംഗ് ആണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്, എന്തൊക്കെ സെറ്റിങ്സ് ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ നമ്മളോട് കുറച്ച് പെർമിഷൻസും കാര്യമൊക്കെ അനേബിൾ ചെയ്യാൻ പറയുന്നുണ്ട്. ആ പെർമിഷൻസും കാര്യമൊക്കെ അലോ അടിക്കുക. അതിനുശേഷം ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഗെയിംസും കാര്യമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇവിടെ ബൂസ്റ്റും അതേപോലെ തന്നെ ടൂൾസ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ആദ്യം ഞാനിവിടെ ബൂസ്റ്റ് ഓപ്ഷനിൽ വന്നതിന് ശേഷം സിമ്പിളായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കുകയാണ്. മുകളിൽ തന്നെ ഒപ്റ്റിമൈസിൻ്റെ ഒരു ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അത് സിമ്പിളായിട്ട് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗെയിം അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസ് ബൂസ്റ്റായി കിട്ടുന്നതാണ്. ഇനി ഇവിടെ 3 ഓപ്ഷൻസാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓട്ടോ ബൂസ്റ്റിംഗ് ഉണ്ട്, അതേപോലെ തന്നെ പവർ ബൂസ്റ്റ് ഉണ്ട്, നോട്ടിഫിക്കേഷൻ മാനേജർ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്കിവിടെ പവർ ബൂസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കാം. പവർ ബൂസ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ നമ്മളുടെ ഡിവൈസിലുള്ള എല്ലാ മെമ്മറീസും ക്യാഷ് ഫയലും അതുപോലുള്ള നമുക്ക് വേണ്ടാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള ഫയലും കാര്യമൊക്കെ ഓട്ടോമാറ്റിക്കായി തന്നെ ഡിലീറ്റ് ആക്കുന്നതാണ്. ഇപ്പം ഇതുപോലത്തെ ഒരു ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 30 ആപ്ലിക്കേഷൻസിൻ്റെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫയൽസും കാര്യമൊക്കെ ഡിലീറ്റ് ആയി പോകുന്നതാണ്. ജസ്റ്റ് സിമ്പിളായിട്ട് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ സ്റ്റാർട്ടിലേക്ക് ക്ലിക്ക് ചെയ്താൽ 30 ആപ്ലിക്കേഷൻസിൻ്റെ അൺവാണ്ടഡ് ആയിട്ടുള്ള ക്യാഷ് ഫയൽസ് അതേപോലെ തന്നെ വേറെ ഫയൽസും കാര്യമൊക്കെ ഓട്ടോമാറ്റിക്കായി തന്നെ ഡിലീറ്റ് ആയി പോകുന്നതാണ്. അപ്പോൾ മച്ചന്മാരെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻസിലേക്ക് പോകാം. ഇവിടെ നിന്ന് ബാക്ക് അടിച്ചിട്ടാകുമ്പോൾ ഇവിടെ ഓട്ടോ ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഓട്ടോ ബൂസ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കുറേ ഗെയിംസും കാര്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗെയിമാണ് വേണ്ടത്, ഫ്രീ ഫയർ ആണെങ്കിൽ ഫ്രീ ഫയർ, പബ്ജി ആണെങ്കിൽ പബ്ജി, സിമ്പിളായിട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് ഇവിടെ ആഡ് ഓട്ടോ ബൂസ്റ്റിൻ്റെ ഇവിടെ കുറേ ആപ്ലിക്കേഷൻസിൻ്റെ ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഗെയിം ഏതാണ് അതിൻ്റെ സൈഡിൽ കാണുന്ന ആ ഒരു സ്വിച്ച്, ഒരു ബട്ടൺ പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട്. അത് സിമ്പിളായിട്ട് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഗെയിം ഓട്ടോ ബൂസ്റ്റിൻ്റെ ഓപ്ഷൻസിലേക്ക് ആഡായി വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഗെയിം നിങ്ങൾ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി തന്നെ നിങ്ങളുടെ ഡിവൈസും കാര്യമൊക്കെ ബൂസ്റ്റ് ആയി കിട്ടുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഏത് ഗെയിമാണ് വേണ്ടത് അത് എൻ്റർ ചെയ്ത് അവിടെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഇവിടെ ഗെയിം ടൂൾസ് കാണുന്നുണ്ട്. നമുക്ക് ടൂൾസിൻ്റെ ഓപ്ഷൻസിലേക്ക് വന്നിട്ട് ഇവിടെ കുറേ ടൂൾസും കാര്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ റിയൽ ടൈം നെറ്റ്വർക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസിൽ ഉണ്ടാകുന്ന പിങ്, നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് പിങ്ങും കാര്യമൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് നെറ്റ്വർക്ക്, റിയൽ ടൈം നെറ്റ്വർക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ചൈൽഡ് ലോക്കർ അതൊക്കെ നമുക്ക് ആവശ്യമില്ല. ഇവിടെ ഗെയിം പ്രൊട്ടക്റ്റ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഇവിടെ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രീ ഫയർ ലാഗ് ഫിക്സ് എന്നിട്ട് ഒരു പ്രത്യേകം ഒരു സെറ്റിംഗ് തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ഫയർ പ്ലെയേഴ്സ് ആണെങ്കിൽ ആ ഒരു സെറ്റിംഗ് അനേബിൾ ചെയ്ത് കൊടുക്കാം.
വേറെ ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പിങ്ങിൻ്റെ ഓപ്ഷൻസ് കാണുന്നുണ്ട്. അതേപോലെ തന്നെ വേറെയും കുറേ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ഡിവൈസ് കൂൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യമൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതിലും മികച്ച വീഡിയോസുമായി തിരിച്ചു വരുന്നതായിരിക്കും. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ.